പക്ഷെ അതിന്റെ കൂടെ തന്നെ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം പൊടിയും പിന്നെ കുറച്ച് മണ്ണുണ്ടെങ്കിൽ വേറെ ആപ്പിലൊക്കെ നോക്കിയോ അതിനകത്ത് 10-200 പംകിൻസ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിയോ ഡാപ്പിന്റെ തന്നെ വേറെ കുറച്ച് പ്രൊഡക്റ്റ് ആയിട്ടാണ്. കഴിഞ്ഞ ഇതിൽ നമുക്ക് കുറെ ഹോൾഡർ അങ്ങനെ കുറച്ച് അനാവശ്യ സാധനങ്ങളായിരുന്നു കൂടുതലും. ഞാൻ കുറച്ച് നമുക്ക് ഉപകാരമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചത് നോക്കിയിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. ഒരു നൈഫ് ഹോൾഡർ ആണ്. കണ്ടോ, ബ്ലൂ കളറിൽ ചെറുതായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം. യൂസ്ഫുൾ ആണ് എന്ന് നമുക്ക് പറയാം, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം നമ്മുടെ നൈഫിന്റെ പോർഷൻ താഴേക്കായിരിക്കും വരുന്നത്. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് നമ്മുടെ കൈയൊന്നും എത്താത്ത ഭാഗം, മീൻസ് നമ്മളെപ്പോഴും ജോലി എടുത്തോണ്ടിരിക്കുന്ന ഭാഗമായിരിക്കും. അപ്പൊ ഞാൻ ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുപോലെ ആയിരിക്കും, കാരണം നമ്മൾ പണിയെടുക്കുമ്പോൾ അത്ര കോൺഷ്യസ് ആയിരിക്കില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ കൈ കൊണ്ട് മുറിയാനുള്ള സാധ്യതയൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത്രമേൽ കെയർഫുൾ ആയിട്ട് വേണം നമ്മളിത് ഫിക്സ് ചെയ്യാനായിട്ട്. കണ്ടോടത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ മുറിയും. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. അതൊക്കെ നോക്കിയിട്ട് വേണം ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ്. ഒരു കീ ചെയിൻ ആണ്. ലൈറ്റൊക്കെ കത്തും സംഭവം. ഒരു എന്താ കുറെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടു. നമ്മുടെ ഡിയോ ആപ്പില് ഓൾമോസ്റ്റ് മിക്കവാറും വില കുറവാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിനും അല്ല കേട്ടോ. ഇപ്പൊ വില ഇങ്ങനെ കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ തവണ വാങ്ങിച്ചതിനൊക്കെ പോയി കുറച്ച് വില കൂടിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ ചെറിയൊരു മാഗ്നറ്റ് തൂക്കിയിടാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നല്ല രസമുണ്ട്. ഒരു കീ ചെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ അത്രേ ഉള്ളൂ. ഇതിനെ കുറച്ച് സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനില്ല, പക്ഷെ ഇത് ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് കത്തിച്ച് കാണിച്ചു. അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. എന്നാലും നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനം. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. ഇത് നമ്മൾ മറ്റേ ചൈനീസ് വീഡിയോയിലൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. നമുക്ക് മോപ്പ് പിന്നെ ചൂലൊക്കെ തൂക്കിടാൻ പറ്റുന്ന ഒരു സംഭവം. ഞാൻ വിചാരിച്ചത് നമ്മുടെ ഇവിടെ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല, പക്ഷെ നമ്മൾ ഓരോന്നിൽ നോക്കുമ്പോൾ നല്ല വിലയുണ്ട്, നല്ല റേറ്റ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ തന്നെ ഡിയോ ആപ്പിൽ ഇത് കണ്ടു. ഞാൻ എന്തേ വാങ്ങിച്ചപ്പോൾ അതേപോലെ തന്നെ നല്ല പൊടിയും പിന്നെ കുറച്ച് മണ്ണുണ്ടാക്കി ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്മെല്ല്, അതൊക്കെ കൂടെയാണ് കിട്ടിയത്. കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ സംഭവം നല്ല യൂസ്ഫുൾ ആണ്. ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റും. നമുക്ക് ചവറുപൊരി പിന്നെ എന്തെങ്കിലും എന്താ പറയാ, ഞാനിപ്പോ ബോട്ടിൽ കഴുകണ ബ്രഷില് അതൊക്കെ ഇങ്ങനെ തൂക്കിയിടാനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഹാങ് ചെയ്തിടാം. പിന്നെ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ മോപ്പ് പിന്നെ ചൂല് അതൊക്കെ നമ്മൾ തൂക്കിയിടുന്നത്. സംഭവം അടിപൊളിയാണ്. ആ ഒരു പ്രൈസിന് ഇത് നല്ല വർത്താണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തോ. ഡിയോ ആപ്പിൽ ഞാനിത് നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാണ്. ഇത് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യണം. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് ഗ്ലാസ് ടംബ്ലർ ആണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിലും യൂട്യൂബിലും ഷോർട്സ് ഒക്കെ ആയിട്ടൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സംഭവം ഡിയോ ആപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ അത് മെൻഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇതിനൊരു ലിഡ് കിട്ടും. പിന്നെ ഈ ഒരു സ്ട്രാപ്പ് കണ്ടോ, റബ്ബറിന്റെ ആണ്. നമുക്ക് ഇതൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ലിഡിനെ നോക്കുകയാണെങ്കിൽ 2 പോർഷൻ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് സ്ട്രോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനും പിന്നെ നല്ലൊരു ചിഹ്നം നമുക്ക് സിപ്പ് ചെയ്ത് കുടിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ സ്ട്രോ ഉണ്ട് കേട്ടോ, ഗ്ലാസിൻ്റെ തന്നെയാണ്. സംഭവം കൊള്ളാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കളറും എന്താ പറയുക നല്ല സൈസും ഒക്കെ ആയിട്ട് സംഭവം നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഞാനിതിൻ്റെ വീഡിയോ ഇനി ഞാൻ വീഡിയോ ഇതിൻ്റെ ഇടും. ഞാൻ വേറെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. വെരി യൂസ്ഫുൾ ടു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ആമസോണിൽ പിന്നെ വേറെ ആപ്പിലൊക്കെ നോക്കിയത് അതിനകത്ത് 10-200 അല്ലെങ്കിൽ 100
സംതിങ്, ഒരു 50-60, 150-60 അത്ര റേഞ്ച് ഉണ്ടായിരുന്നു. ഡിയോഡാപ്പിൽ ഇതൊരു 60 രൂപക്കാണ് കിട്ടുന്നത്. സംഭവം ഇതിന് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെല്ലാം ഇത് യൂസ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡിയോഡാപ്പ് തന്നെ പ്രിഫർ ചെയ്താൽ അത്രയും വർത്താണ്. നമുക്ക് ആ കുറഞ്ഞ റേഞ്ചിൽ അതേ സാധനം തന്നെ അതേ കളർ ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഇത് നമുക്ക് ഗ്ലാസ് ബോട്ടിലൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ചൈനീസ് വീഡിയോയിൽ ഇതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെള്ളം സ്പ്ലാഷ്. ഇതിൻ്റെ വീഡിയോ ഞാൻ സൈഡിൽ ഇടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റഡ് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പൈപ്പ് കൂടെ കിട്ടുന്നുണ്ട്. അത്രയാണ് ഇത്. ഇതെന്തായാലും നല്ല രസമായിട്ടുണ്ട്. ആ വാട്ടർ സ്പ്ലാഷ് ഒക്കെ നല്ല രസമുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ അത്രയൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.